മോൻ്റെ ക്ലാസ്സൊക്കെ തുടങ്ങി. അവൻ്റെ ബുക്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ബുക്സൊക്കെ കവർ ചെയ്തിട്ട് നമ്മൾ സ്കൂളിലേക്ക് തിരിച്ചു കൊടുക്കും. സ്കൂളിൽ തന്നെയാണ് എല്ലാം വയ്ക്കുക. അപ്പോൾ അവൻ്റെ ബുക്സൊക്കെ കിട്ടിയപ്പോൾ അതിലത്തെ പേജുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ അവനേക്കാൾ എക്സൈറ്റ്മെൻറ്റ് എനിക്കായിരുന്നു. പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സിലെ ബുക്കുകളാകുമ്പോൾ നമുക്കറിയാമല്ലോ, നല്ല നല്ല പിക്ചേഴ്സും പിന്നെ അതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളും പടങ്ങളും ഒക്കെ ആയിരിക്കും. എല്ലാ പേജും നോക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും. സത്യത്തിൽ അവൻ്റെ ബുക്സ് പൊതിയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ചെറുതിലെ കാര്യം ആലോചിച്ചു. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അപ്പച്ചനായിരുന്നു എൻ്റെ ബുക്സൊക്കെ പൊതിഞ്ഞ് തരാറ്. അങ്ങനെ ഈ ബുക്സൊക്കെ പൊതിഞ്ഞ് അതിൽ പേരൊക്കെ എഴുതി കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യത്തിൽ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ്സിൽ പോകാമെന്നുള്ള കാര്യം തന്നെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ പുതിയ ബുക്സും പുതിയ ബാഗും അല്ലെങ്കിൽ പുതിയ ഷൂസും ഇതൊക്കെ കിട്ടിയിട്ട് പോകുമ്പോൾ ആ ഒരു ഇഷ്ടം കൊണ്ട് കുറച്ച് നാളെങ്കിലും പോകാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇനി ബുക്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഒരു അടി ഉണ്ടാകുന്ന സംഭവം എന്ന് പറയുന്നത് ഇതായിരുന്നു, നെയിം സ്ലിപ്പ് ഒട്ടിക്കുക. എനിക്കൊരു അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ 2 ആൾക്കും ബുക്സൊക്കെ പൊതിഞ്ഞ് കഴിയുമ്പോൾ അതിൽ ഒട്ടിക്കാനുള്ള സ്റ്റിക്കേഴ്സ് 2 ആൾക്കും ഒരേ സ്റ്റിക്കർ വേണ്ടി വരും. കാരണം ഏറ്റവും ഭംഗിയുള്ളത് 2 ആൾക്കും വേണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു അടിയൊക്കെ കഴിഞ്ഞ് 2 ആളും ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അതൊക്കെ എഴുതി ഒട്ടിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വലിയ സംഭവമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിത് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ചെറുതിലെ കാര്യം ആലോചിച്ചു. കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഈ പറഞ്ഞത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കിനി ഒരിക്കലും കിട്ടാത്ത നമ്മുടെ കുട്ടിക്കാലം.